PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ദശാംശ സംഖ്യകളുടെ പ്രോബ്ലംസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം 0.0004 പ്ലസ് 0.00004 എത്ര കൂടുതലാണ് 2/5? ആദ്യം നമുക്ക് 2/5നെ ഡെസിമൽ ഫോമിലാക്കാം. അതിനെന്ത് ചെയ്യണം? 2നെ 5 കൊണ്ട് ഹരിക്കാം. 2 5നേക്കാൾ ചെറുതായതുകൊണ്ട് 0 എഴുതി, പോയിന്റ് ഇട്ടു. എന്നിട്ട് 2ൻ്റെ കൂടെ 0 ചേർത്തു, 20ആയി. ഇനി 20നെ 5 കൊണ്ട് ഹരിച്ചപ്പോൾ 4. അപ്പോൾ 2/5 ഈസ് ഈക്വൽ ടു 0.4. ഇനി 0.0004 പ്ലസ് 0.00004 ആഡ് ചെയ്യാം. ദശാംശ സംഖ്യകൾ ആഡ് ചെയ്യുന്നത് ഈ രീതിയിൽ എഴുതാണ്. അപ്പോൾ എന്ത് കിട്ടും? 0.00044. ഇനി എന്ത് ചെയ്യണം? 2/5 അതായത് 0.4ൽ നിന്ന് ഇത് കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ 0.39956. 0.4 മൈനസ് 0.00044 ഈസ് ഈക്വൽ ടു 0.39956. അപ്പോൾ ഉത്തരം 0.39956. അടുത്ത ചോദ്യം 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? ഇതും എളുപ്പമാണ്. എങ്ങനെ ചെയ്യണം? 72.29 നിന്ന് 53.6 കുറയ്ക്കണം. അപ്പോൾ എന്ത് കിട്ടും? 18.69. ഉത്തരം 18.69. അടുത്ത ചോദ്യം നോക്കൂ. ഇതെങ്ങനെ ചെയ്യാം? ഇതിനെ നമുക്ക് 10ൻ്റെ പവറിലേക്ക് മാറ്റി എഴുതാം. അതായത് 0.00036. ഇതിനെ നമുക്ക് 36 × 10⁻⁻5 എന്നെഴുതാം. അതായത് പോയിന്റ് കഴിഞ്ഞ് 5 സ്ഥാനമല്ലേ ഉള്ളത്, അതുകൊണ്ടാണ് 10⁻⁻5 എന്ന് എഴുതിയത്. അപ്പോൾ 0.000064 എങ്ങനെ എഴുതാം? പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമാണ് ഉള്ളത്? 6. അപ്പോൾ 64 × 10⁻⁻6. ഇതുപോലെ ഓരോന്നും എഴുതാലോ. അപ്പോൾ തന്നിരിക്കുന്ന എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? 36 × 10⁻⁻5 ഇൻറ്റു 64 × 10⁻⁻6 ബൈ 6 × 10⁻⁻7 ഇൻറ്റു 8 × 10⁻⁻5. ഇനി 36 6ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 36നെ ക്യാൻസൽ ചെയ്ത് 6ഉം 6നെ ക്യാൻസൽ ചെയ്ത് 1. ഇനി 64ഉം 8ഉം ക്യാൻസൽ ചെയ്യാലോ. 64നെ ക്യാൻസൽ ചെയ്താൽ 8, 8നെ ക്യാൻസൽ ചെയ്താൽ 1. ഇനി 10⁻⁻5ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്താവും? 1. ഇപ്പോൾ എങ്ങനെയായി? 48 × 10⁻⁻6 ബൈ 10⁻⁻7. 10⁻⁻7ൻ്റെ മുകളിലേക്ക് വരുമ്പോൾ എങ്ങനെ എഴുതാം? 10⁻+7 ആകും. അപ്പം 48 × 10⁻⁻6 ഇൻറ്റു 10⁻7. അതെന്താവും? 48 × 10, അതായത് 10⁻⁻6 ഇൻറ്റു 10⁻7 എങ്ങനെ എഴുതാം? 10⁻⁻6 പ്ലസ് 7. -6 + 7 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പോൾ 10. അതായത് ഇപ്പോൾ 48 × 10 480. ഉത്തരം 480. അടുത്ത ചോദ്യം √0.01 ഇൻറ്റു √0.0025 എത്ര? √1 എത്രയാണ്? 1. ഇവിടെ √0.01 ആണ്. റൂട്ടിനുള്ളിൽ 2 ദശാംശ സ്ഥാനം ഉണ്ടെങ്കിൽ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ അതിൻ്റെ പകുതി ദശാംശ സ്ഥാനം വേണം. അപ്പോൾ എന്താവും? 0.1 ആണ്. ഇനി √25 എത്രയാ? 5. ഇവിടെ റൂട്ടിനുള്ളിൽ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 4. അപ്പോൾ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ എത്ര ഉണ്ടാവും? 2. അപ്പോൾ √0.0025 എത്രയാവും? 0.05. ഇനി 0.1 × 0.05 എത്ര? 1 × 5 5. എത്ര ദശാംശ സ്ഥാനം വേണം? 3. അപ്പോൾ ഉത്തരം 0.005. അടുത്ത ചോദ്യം 122 × 41 = 5002 ആയാൽ 1.22 × 41 എത്ര? ദശാംശ സംഖ്യകൾ ഗുണിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ദശാംശം ഇല്ലാതെ ഗുണിക്കും, എന്നിട്ട് പോയിന്റ് ചേർക്കും അല്ലേ? ഇവിടെയോ ദശാംശം ഇല്ലാത്ത ഉള്ള ഗുണനഫലം തന്നിട്ടുണ്ട്. പിന്നെ 1.22 × 41 എത്ര ദശാംശമുണ്ട്? 2. അപ്പോൾ ഉത്തരത്തിലും 2 ദശാംശം വേണം. അപ്പോൾ ആൻസർ 50.02.